രേണുസുധിനെ അറിയാത്ത മലയാളികളൊന്നും തന്നെയില്ല. ഒരുപാട് ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നു വന്നിരിക്കുന്നതാണ് രേണുസുധി. സുധിച്ചേട്ടന്റെ മരണത്തിന് ശേഷമാണ് നമ്മളെല്ലാവരും രേണുസുധിനെ പറ്റി അറിയാൻ തുടങ്ങിയത്. ഇപ്പോൾ അവർക്ക് ക്യാൻസറാന്നുള്ള വാർത്ത നമ്മളെല്ലാം പെട്ടെന്ന് ഒരുപാട് ഞെട്ടിച്ചു അല്ലേ. നെഗറ്റീവ് പറഞ്ഞവരാണേലും പോസിറ്റീവ് പറഞ്ഞവരാണേലും രേണുസുധിക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് കേട്ടപ്പോൾ എല്ലാവരും അവർക്കൊന്നും വരരുതെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ കേൾക്കുന്നൊരു വാർത്ത കുറച്ച് സീരിയസ് ആണെന്നാണ്. അപ്പോൾ ആ ഒരു വാർത്ത സത്യമാവാതിരിക്കട്ടെ എന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. എല്ലാവരും രേണുസുധിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോഴും ഒരു സോഷ്യൽ മീഡിയയിൽ എല്ലാ കാര്യങ്ങളും കീമോടെ എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി പങ്കുവെക്കുന്നുണ്ട്. അപ്പം നമുക്ക് അത് കാണുന്തോറും നമുക്ക് സങ്കടവും കൂടും. നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കിച്ചുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ ഈ കിച്ചുമായിട്ടുള്ള വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ പിന്നെ ആളുകൾ ഓരോന്ന് പറഞ്ഞ് കുത്തി നോവിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട. അവരെല്ലാം സോഷ്യൽ മീഡിയയിൽ കൂടെയാണ് പറയുന്നത്. അപ്പോൾ ഇതും സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ പറയുന്നു. ഈ ഒരു സന്ദർഭത്തിൽ രേണുസുധിനെ പറ്റി ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോ ഇടുന്നുണ്ട്. അത് അവർക്ക് ഗുണം ചെയ്യുന്നതന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അവരും വീഡിയോ ഇട്ട് അവരുടെ കാര്യങ്ങളെല്ലാം നമ്മളെ അപ്പോൾ അറിയിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ കേട്ടൊരു വാർത്ത എന്തായാലും സത്യമാവാതിരിക്കട്ടെ. ഇപ്പോഴും രേണുസുധിനെ കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഒരു മനുഷ്യരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്യരുത്. നമുക്കൊന്നും ഈ ജീവിതത്തിൽ അഹങ്കരിക്കാൻ ഒന്നും തന്നെ ഇല്ല. നമുക്കൊക്കെ എന്തും ഏത് നിമിഷവും സംഭവിക്കല്ലേ ഗൈസ്. അതിനൊരു ഉദാഹരണം തന്നെയാണ് ഇത്. അപ്പം എന്തായാലും രേണുസുധിക്ക് എല്ലാവരും പ്രാർത്ഥിക്കണം. ഞാനും പ്രാർത്ഥിക്കാം. താങ്ക് യു ഗൈസ്.